ഇന്ന് ആ പഠനഭാഗം തുടരുന്നില്ല. ഇന്ന് മറ്റൊരു ഭാഗം ചിന്തിച്ച് അടുത്ത തിങ്കളാഴ്ച തൊട്ട് കർത്താവ് അനുവദിച്ചാൽ വീണ്ടും പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് കേൾക്കാമെന്ന് കരുതുന്നു. ഇന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് കരുതുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 തൊട്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പസ്തോലനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പൗലോസ് ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം യേശുവിൽ വിശ്വസിച്ചപ്പോൾ സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പൗലോസ് ചെയ്തു. ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ അത്യന്ത ശക്തി ഇത് പൗലോസിൻ്റെ ശക്തിയല്ല. പൗലോസ് ദുർബലനായ മറ്റെല്ലാ മനുഷ്യരെയും പോലെ താഴ്ചയുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയാണ്. പക്ഷേ ഈ മൺകൂടാരത്തിലേക്ക് യേശുവിൽ വിശ്വസിച്ചപ്പോൾ അത്യന്ത ശക്തി യേശു അയച്ചു. പൗലോസ് തൻ്റെ മൺകൂടാരത്തിൽ ശരീരത്തിൽ ഒരുപാട് കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഞാൻ നിരാശപ്പെടുന്നില്ല. ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാ അതിനെയെല്ലാം അതിജീവിച്ച് എപ്പോഴും ക്രിസ്തു യേശുവിൽ ജയത്തോടെ തന്നെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ഇത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, പിന്നെയോ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ സകല പാപങ്ങൾക്കും ക്രിസ്തു വഴി പാപക്ഷമ പ്രാപിച്ചു, ദൈവത്തിൻ്റെ ദാനമാണ്. നാം സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി തീർന്നു, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ദൈവം നമുക്ക് തന്നു. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് എപ്പോഴും താഴ്മയിലാണ് നിന്നത്. അത്യന്ത ശക്തി തൻ്റെ ഉള്ളിലുണ്ട്. മറ്റാരും എഴുതാത്ത വലിയ ദൈവിക ജ്ഞാനം അടങ്ങിയ ലേഖനങ്ങൾ പൗലോസ് എഴുതി. ധാരാളം ദൈവസഭകൾ സ്ഥാപിച്ചു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പക്ഷേ ഇതൊന്നും സ്വന്തം കഴിവുകൊണ്ടല്ല, എല്ലാം ദാനമാണ്. എനിക്ക് ലഭിച്ചതെല്ലാം, ഈ ശുശ്രൂഷയും സകലവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും അഹങ്കരിക്കാനില്ല. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം. എങ്കിലും 7-ാം വാക്യം, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. 8, 9, 10 വാക്യങ്ങൾ ആരെങ്കിലും ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ.
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടി കിട്ടി കിട്ടി. വായിക്ക്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. 7-ാം വാക്യത്തിൽ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ അത്യന്ത ശക്തിയെ നിക്ഷേപം എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്താണ് ഈ അത്യന്ത ശക്തി? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. കൊളോസ്യ 1:27. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. പക്ഷേ ഈ മൺകൂടാരത്തിനകത്താണ് ഈ അത്യന്ത ശക്തി വസിക്കുന്നത്. പല ദൈവദാസന്മാരും ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചവരാണ്. അവർക്ക് ശാരീരികമായ ബലഹീനതകൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റനേകം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മൺകൂടാരം അഥവാ ശരീരം അതിൻ്റെ ബലഹീനത വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും അവർ ക്ഷീണിച്ചു പോയില്ല. കാരണം അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു അത്യന്ത ശക്തി അവരെ നിലനിർത്തി. ഇതുപോലെ പൗലോസ് നാം ധ്യാനിക്കുന്ന ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളുടെ ഒരു വലിയ പട്ടിക നിരത്തുന്നുണ്ട്. സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ മരിച്ചുപോയേനെ. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് 8-ാം വാക്യത്തിൽ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം നശിച്ചു പോകാമായിരുന്നു, നിരാശപ്പെടാമായിരുന്നു, തകർന്നു പോകാമായിരുന്നു. കാരണം തൻ്റെ മൺകൂടാരത്തിന് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മൺകൂടാരത്തിനകത്ത് അത്യന്ത ശക്തിയുണ്ട്. ദൈവമക്കളായ നമ്മളും ഈ പാഠം എപ്പോഴും ഓർക്കണം. ദൈവം നമുക്ക് സൗഖ്യം തരുന്നവനാണ്, നമ്മുടെ ശരീരത്തിന് സൗഖ്യം തരുന്നവനാണ്. നാം അത് ഓരോ ദിവസവും അനുഭവിക്കുന്നവരാണ്. എന്നാൽ അതേ സമയം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മൺകൂടാരമാണ്, ദുർബല ശരീരമാണ്. 80 വർഷം, 70 വർഷം, ഏറിയാൽ 100 വർഷം. ക്ഷീണം വരാം, തളർച്ച വരാം. എന്നാൽ ഈ മൺകൂടാരത്തിൻ്റെ ബലഹീനത കണ്ട് ക്ഷീണിക്കാതെ, എനിക്കെപ്പോഴും ക്ഷീണമാണ്, രോഗമാണ്, മറ്റ് പ്രതിസന്ധികളാണ്, പല രീതിയിൽ ശാരീരിക ബലഹീനതകളുണ്ട് എന്നോർത്ത് നിരാശപ്പെടാതെ നാം നോക്കേണ്ടത് എൻ്റെ ഉള്ളിലുള്ള അത്യന്ത ശക്തി. പൗലോസ് തടവറയിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ തടവറയിൽ കിടന്ന് രേഖപ്പെടുത്തുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും കഴിയും. തൻ്റെ മൺകൂടാരത്തിന് ഒരുപാട് ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തൻ്റെ മൺകൂടാരം ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടന്നിട്ടുണ്ട്, ചാട്ടയടി ഏറ്റിട്ടുണ്ട്, തടവ്, കള്ള സഹോദരന്മാരാലുള്ള ഉപദ്രവങ്ങൾ, ഓരോ ദൈവസഭകളെയും കുറിച്ചുള്ള ഭാരം, ചെന്നായ്ക്കളാകുന്ന ദുരുപദേഷ്ടാക്കൾ എന്ന ചെന്നായ്ക്കൾ അദ്ദേഹം സ്ഥാപിച്ച സഭയിലേക്ക് വന്ന് വിശ്വാസികളെ കലക്കുമോ, സഭയെക്കുറിച്ചുള്ള ഭാരം. പക്ഷേ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം തൊട്ടാണ് നാം ധ്യാനിക്കുന്നത്. 7-ാം വാക്യം ഒന്ന് വായിക്കാം ബ്രദറെ. 7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന്
ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഈ അത്യന്ത ശക്തി നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധ്യമല്ല. ഏതെങ്കിലും ചടങ്ങ് വഴി കിട്ടില്ല. രക്ഷദാനമായി ദൈവം നൽകുന്നത് പോലെ സകലവും ഈ അത്യന്ത ശക്തിയും ദാനമായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ അത്യന്ത ശക്തി ഉള്ളിൽ വന്നിട്ടും ഈ മൺപാത്രമായിട്ട് തന്നെ ഇരിക്കുന്നു. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷയിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് വലിയ രോഗസൗഖ്യമൊന്നും കിട്ടിയില്ല? പല പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ശരിയാണ്, നമ്മുടെ മൺകൂടാരം തന്നെയാണ്. അതിൻ്റെ അകത്താണ് ഈ അത്യന്ത ശക്തി ഉള്ളത്. ഈ അത്യന്ത ശക്തിക്ക് ക്ഷീണമോ രോഗമോ തളർച്ചയോ വാർദ്ധക്യമോ ഒന്നും വരികയില്ല. രക്ഷയിലേക്ക് വന്നപ്പോൾ നമ്മൾ മഹാഭാഗ്യവാന്മാരായി തീർന്നു. പറഞ്ഞു തീരാത്ത ദാനം ദൈവം നമുക്ക് തന്നു. നാം രക്ഷിക്കപ്പെട്ടു, ശിക്ഷാവിധി മാറി, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി യേശു ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കി നിത്യമായ ശാപത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നമ്മളെ പൂർണ്ണമായി വിമോചിപ്പിച്ചു. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി സ്വർഗീയ പൗരത്വം നമുക്ക് തന്നു. വീണ്ടും യേശു വന്ന് നമ്മളെ ചേർക്കും. അതാണ് സ്വർഗീയ വാഗ്ദത്തം. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ അത്യന്ത ശക്തി നമുക്ക് ലഭിച്ചു. ഇതാ ചില ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്നു. ചിലർ സ്നാനം സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, വലിയ സന്തോഷം. പാരമ്പര്യ സഭ, മതം, സമുദായം ഇതൊക്കെ വിട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കൂടെ ചേരുന്നു. പുതിയ അനുഭവങ്ങൾ, മനോഹരമായ സ്തോത്രഗീതങ്ങൾ, ആരാധനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ എല്ലാം കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. മനോഹരമായ അനുഭവങ്ങൾ. പക്ഷേ അതിൻ്റെ കൂടെ മറുഭാഗത്ത് ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ, പീഡനങ്ങൾ, അപമാനങ്ങൾ വരുന്നു. ഇത് വരുമ്പോൾ ചില വിശ്വാസികൾക്ക് തിരുവചനത്തെക്കുറിച്ച് ബോധ്യമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ നേരിടുന്നത്? ഞാൻ വിശ്വസിച്ചു, സ്നാനം സ്വീകരിച്ചു, ദൈവകൽപ്പന സ്വീകരിച്ചു, സ്വരൂപവണക്കവും കർത്താവിന് പ്രകോപനപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കൂദാശകളൊക്കെ വിട പറഞ്ഞു, മദ്യപാനം മാറ്റി, വിജാതി ആചാരങ്ങൾ മാറ്റി. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. പക്ഷെ എനിക്കെന്തുകൊണ്ട് സ്വന്തം ഭവനത്തിൽ, സമൂഹത്തിൽ സുവിശേഷ വേല നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു? ഇവിടെ അപ്പസ്തോലനായ പൗലോസ് 2 കൊരിന്ത്യർ 4:7 അത്യന്ത ശക്തി മൺകൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞതിന് തൊട്ടു താഴെ 8-9 വായിക്കാം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഈ അത്യന്ത ശക്തി മൺപാത്രത്തിലുണ്ട്, ശരിയാണ്. പക്ഷേ ഈ അത്യന്ത ശക്തി മൺപാത്രത്തിൽ ഏറ്റുവാങ്ങിയ, ദാനമായി ഈ അത്യന്ത ശക്തി കിട്ടിയ ഓരോരുത്തരും ഉടനെ കടന്നു പോകേണ്ട ചില ഘട്ടങ്ങളെക്കുറിച്ചാണ് 8 തൊട്ട് പറയുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ഒരു മേഖലയിൽ നിന്നല്ല, പല മേഖലയിൽ നിന്നും കഷ്ടം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പല മേഖലകളിൽ നിന്നും ഒരേ സമയത്ത് കഷ്ടം വന്നാൽ ആകെ തകർന്നു പോകേണ്ടതാണ്. പക്ഷേ ഉള്ളിൽ അത്യന്ത ശക്തി ഉള്ളതുകൊണ്ട് ഈ സകല വിധത്തിലുള്ള കഷ്ടങ്ങളും ഒരു വിശ്വാസിയെ തകർക്കുവാൻ പര്യാപ്തമല്ല. ഒന്നാമതായി സകല വിധത്തിലും കഷ്ടം. രണ്ടാമതായി ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. രണ്ടാമത് ബുദ്ധിമുട്ട്. ഒന്നാമത് സകല വിധത്തിലും കഷ്ടം.
രണ്ടാമത് ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടുന്നവർ സാധാരണ നിരാശപ്പെടും. അവരുടെ മുന്നോട്ടുള്ള വഴിയെല്ലാം അടഞ്ഞു, ഒറ്റപ്പെട്ടു. തെറ്റിദ്ധാരണ, ഉപദ്രവങ്ങൾ, സാമ്പത്തിക നഷ്ടം, ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ മനുഷ്യർ നിരാശപ്പെടും. എന്നാൽ പൗലോസാകട്ടെ ഇതിനേക്കാളും കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് നിരാശപ്പെട്ടില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പത്രോസ് പറയുന്നുണ്ട്, നമുക്കുള്ളത് ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നാലും ഈ ജീവനുള്ള പ്രത്യാശയെ ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ വാസ്തവത്തിൽ ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിരാശയുടെ പിറുപിറുപ്പിൻ്റെ വാക്കുകൾ നമ്മൾ പറയുകയില്ല. കാരണം ഈ പുറമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശക്തി, പരിശുദ്ധാത്മ ശക്തി ദൈവ പൈതലിൻ്റെ അകത്ത് പ്രവർത്തന നിരതമായതുകൊണ്ട് അവൻ നിരാശയുടെ വാക്കുകൾ പറയുന്നില്ല. ഞാൻ എന്തിന് സ്നാനപ്പെട്ടു, എന്തിന് എൻ്റെ പാരമ്പര്യം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നു, അയ്യോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ, ഇത്രയും വലിയ ഉപദ്രവങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പറയുകയില്ല. പിന്നെയോ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, കഷ്ടം സഹിക്കുവാനും കൂടെ എനിക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ലഭിച്ചവനാണ് അവൻ. അതുകൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവനാണ് ഈ അത്യന്ത ശക്തി, അതിൻ്റെ ഉടമയായ അത്യന്ത ശക്തി മൺകൂടാരത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസി. 8-ാം വാക്യത്തിൽ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. മൂന്നാമതായി, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുക, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? പൗലോസ് നാം ഉപദ്രവം എന്ന് പറയുന്ന ഉപദ്രവങ്ങളെക്കാളൊക്കെ എത്രയോ തീവ്രമായ ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. കല്ലേറ്, ചാട്ടയടി, തടവ്, കള്ളന്മാരാലുള്ള ആപത്ത്, എന്തെല്ലാം. ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അദ്ദേഹം സഹിച്ച പങ്കപ്പാടുകളുടെ നീണ്ട ലിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. പൗലോസിന് ഒരു കാര്യം അറിയാം, ഉപദ്രവമെല്ലാം ഒഴിഞ്ഞു പോകുവാനായിട്ടല്ല ഞാൻ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നിരിക്കുന്നത്. തുടക്കത്തിൽ പൗലോസിനെ വിളിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവൻ എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടതകൾ സഹിക്കാനിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടം സഹിക്കാൻ തന്നെയാണ് നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം പൗലോസിനുണ്ട്, നമുക്കുമുണ്ട്. എങ്കിലും ഇത് ലഘുനേരത്തെ ചെറിയ കഷ്ടം മാത്രമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ലോകത്തിലെ മനുഷ്യർ ബുദ്ധിമുട്ടിനെയും കഷ്ടപ്പാടിനെയും വിവിധ രീതിയിലുള്ള പ്രതിസന്ധികളെ എങ്ങനെയാണ് കാണുന്നത്? ദൈവമക്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. കാരണം നമ്മൾ വീണ്ടും ജനിച്ച അത്യന്ത ശക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ദൈവമക്കളായതുകൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുകളെ, ഉപദ്രവങ്ങളെ കാണുന്നത് പോലെയല്ല നമ്മൾ അവയെ കാണുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഒരു ഘട്ടത്തിൽ എല്ലാവരും പൗലോസിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പക്ഷേ പൗലോസ് അവിടെ പറയുന്നുണ്ട്, കർത്താവോ എനിക്ക് തുണ നിന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കേണ്ടവരും പ്രോത്സാഹിപ്പിക്കേണ്ടവരും ഒക്കെ നമ്മെ വിട്ടുപോയി എന്ന് വരാം. അവരെ കുറ്റം പറയരുത്, അതും ദൈവം അനുവദിച്ചിട്ടാണ്. ഇവിടെ പൗലോസിന് എല്ലാവരും വിട്ടുപോയി, പക്ഷേ കർത്താവോ എനിക്ക് തുണ നിന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതലിനെ ഒറ്റയ്ക്കാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു ദൈവ പൈതലിനെ ആരുമില്ലാത്ത മുറിയിൽ തടവിലിടാം, പക്ഷെ അവനെ ഒറ്റയ്ക്ക് ആക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവ പൈതലിൻ്റെ കൂടെ എപ്പോഴും കർത്താവുണ്ട്.
ഞാനോ യുഗാവസാനം വരെ നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ കർത്താവ് എൻ്റെ തുണ, ഞാൻ ആരെ പേടിക്കും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പൗലോസ് ഈ കഠിനമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, പലപ്പോഴും ഒറ്റപ്പെടുമ്പോൾ നിരാശനായില്ല. കാരണം പൗലോസിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ഒരിക്കൽ തടവറയിൽ കിടക്കുമ്പോൾ കർത്താവ് പൗലോസിൻ്റെ അടുത്തേക്ക് വരികയാണ്. നീ ധൈര്യപ്പെട്ടിരിക്കുക, വചനം ധൈര്യമായി നീ പ്രസംഗിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ആളുകളുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. കഷ്ടതയുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞ് ശേഷം മനുഷ്യരെ പോലെ നാം അപ്സെറ്റ് ആവുകയില്ല. വാസ്തവത്തിൽ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മൺകൂടാരത്തിന് ബഹുവിധ താടനങ്ങളേറ്റാലും നമ്മെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുവാൻ ഈ ഉപദ്രവങ്ങൾക്കൊന്നും അല്പം പോലും ശേഷിയുണ്ടാകുകയില്ല. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇന്ന് ദൈവസഭകളിൽ നിരാശയുള്ള വ്യക്തികളെ കാണാൻ സാധിക്കുമോ? സ്നാനപ്പെട്ടിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും വലിയ പ്രത്യാശയോ സമാധാനമോ ഇല്ലാത്ത വിശ്വാസികളെ കാണുവാൻ സാധിക്കുമോ? തീർച്ചയായും ചില സഭകളിൽ കുറച്ചു പേരെങ്കിലും നിരാശയോടെ ജീവിക്കുന്നവരുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവരിൽ പലരും കേട്ട സന്ദേശം ഇതാണ്: ഒന്ന് സ്നാനപ്പെടൂ, നിന്റെ കഷ്ടതകൾ മാറും. നീ ദൈവ പൈതലായാൽ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ ഇപ്പോഴത്തെ ഞെരുക്കങ്ങളൊക്കെ മാറി നീ വിശാലതയിലേക്ക് വരും. ധാരാളം വസ്തുക്കളും അനുഗ്രഹങ്ങളും കിട്ടും. ഇങ്ങനെ പറഞ്ഞ് ഒരു വ്യാജമായ സുവിശേഷം കേട്ടതിൻ്റെ പേരിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ ചർച്ചിൽ പോകുന്നവരുണ്ട്. പക്ഷേ സ്നാനപ്പെട്ടതിന് ശേഷം ചില ഉപദ്രവങ്ങളും കഷ്ടതകളും ഇല്ലായ്മകളും തെറ്റിദ്ധാരണകളും വരുമ്പോൾ ഇവർക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണ്? ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ എന്താണ്? ഒന്ന് സ്നാനപ്പെട്ടാൽ മതി, വലിയ വിശാലത വരും, ഞെരുക്കങ്ങൾ മാറും. പക്ഷേ ഇപ്പോൾ വിശാലതയുമില്ല, ഞെരുക്കം മാറലുമില്ല, കഷ്ടത വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസിക്ക് നിരാശ വരുന്നു. എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ അനുഗ്രഹം കിട്ടും, ഇപ്പോൾ അനുഗ്രഹം കിട്ടും, നിന്റെ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കർത്താവ് ഇറങ്ങി വരും, നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അതായിരിക്കും ഇതായിരിക്കും. ഇങ്ങനെയൊക്കെ നിരന്തരം കേൾക്കുന്നൊരു വിശ്വാസി അതിന് നേരെ വിപരീതമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവന് എന്ത് പ്രത്യാശയുണ്ടാകും? എന്നാൽ അപ്പസ്തോലനായ പൗലോസ് കഷ്ടത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളെ എന്തു പറഞ്ഞാണ് ധൈര്യപ്പെടുത്തുന്നത്? നിന്റെ വിഷയത്തിലേക്ക് കർത്താവ് ഇപ്പോൾ ഇറങ്ങി വന്ന് എല്ലാ ബുദ്ധിമുട്ടും മാറ്റുമെന്നല്ല പറഞ്ഞത്, എല്ലാ കഷ്ടതയും മാറ്റുമെന്നല്ല പറഞ്ഞത്. നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു എന്നാണ് നാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നത്. നിന്റെ വിഷയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്ന് കഷ്ടത മാറ്റി വല്ലാത്ത വിശാലത നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്. അനേകം കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. അല്ലാതെ കഷ്ടത ഇപ്പോൾ മാറ്റാൻ ചില ടെക്നിക്കുകൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെയല്ല പൗലോസ് പറഞ്ഞത്. നാം പറഞ്ഞത്, ഇന്ന് സ്നാനപ്പെട്ടിട്ട് അനേക വർഷങ്ങളായിട്ടും പ്രത്യാശയില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന ചില വിശ്വാസികളെയെങ്കിലും ചർച്ചുകളിൽ കാണാം. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ഒപ്പം സ്നാനപ്പെട്ട പലർക്കും നല്ല ജോലി, വിദേശത്ത് പോയി നല്ല വാഹനങ്ങൾ, അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്കിതൊന്നുമില്ലല്ലോ.
ഞാനും അവരും ഒരേ ദൈവത്തെ തന്നെ സേവിക്കുന്നു. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഭൗതിക നന്മ കിട്ടുന്നില്ല? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. അതിന് കാരണം യഥാർത്ഥ ഉപദേശ സത്യങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇവിടെ നാം ധ്യാനിക്കുന്നത് 2 കൊരിന്ത്യർ 4-ന്റെ 7ഉം 8ഉം വാക്യങ്ങളാണ്. ഒന്നുകൂടി വായിക്കാം സെബാസ്റ്റ്യൻ ബ്രദർ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇങ്ങനെയുള്ള 4 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പൗലോസിനുണ്ടായപ്പോൾ പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു? യഹൂദ പശ്ചാത്തലത്തിൽ പരീശന്റെ മകനായി, ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അനിന്ദ്യനായി, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ബെന്യാമിൻ ഗോത്രക്കാരൻ, തൻ്റെ മതപാരമ്പര്യത്തിൽ വളരെ അഭിമാനിച്ചിരുന്ന ഒരു പഴയ കാലം ഈ പൗലോസിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള പൗലോസ് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നപ്പോൾ അപമാനം, നിന്ന, നിരന്തരമായ ഉപദ്രവങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ പൗലോസിന്റെ മനസ്സ് ക്ഷീണിച്ചു പോയോ? ഒരിക്കലുമില്ല. പൗലോസിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വീണുകിടക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ബഹുവിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ എല്ലാ വിശ്വാസികൾക്കും പോകേണ്ടി വരും. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മളെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നേരിടുവാൻ മുന്നമേ തന്നെ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. നാം വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ അതെന്താണ്? അത്യന്ത ശക്തി. ഏത് കഷ്ടത വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, അതിനെയെല്ലാം വിദഗ്ധമായി കൈകാര്യം ചെയ്യുവാൻ നമ്മെ മുൻകൂട്ടി സജ്ജരാക്കിയതിന് ശേഷമാണ് ഈ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. നശിച്ചു പോകേണ്ടതായിരുന്നു മാനുഷികമായി നോക്കിയാൽ. ആ രീതിയിലുള്ള ഉപദ്രവങ്ങളാണ് പൗലോസിനും സഹപ്രവർത്തകർക്കും നേരിടേണ്ടി വന്നത് സുവിശേഷ നിമിത്തം. പക്ഷേ നശിച്ചു പോയില്ല. ഈ ലോകത്തിൽ ധാരാളം മനുഷ്യർ പറയാറുണ്ട്, വലിയ ഉപദ്രവങ്ങൾ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമല്ല, എന്നെയും കൊണ്ടേ ഈ കഷ്ടം പോകൂ, ഞാൻ നശിച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ സ്വയസഹതാപത്തിൻ്റെ വാക്കുകൾ പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ സ്വർഗീയ പിതാവ് അനുവദിക്കാതെ നമ്മുടെ തലയിലെ ഒരു മുടിയുടെ പോലും കൊഴിയുകയില്ല. കഷ്ടതയിലൂടെ കടന്നുപോയ പൗലോസിൻ്റെ ലേഖനങ്ങൾ നമുക്ക് എത്രമാത്രം ശക്തിയും പ്രചോദനവും ഉത്സാഹവും ദൈവവേലയിൽ എരിവും സമ്മാനിക്കുന്നതാണ്. എങ്ങനെയാണ് പൗലോസിന് ഈ രീതിയിലുള്ള ലേഖനങ്ങളെല്ലാം എഴുതാൻ സാധിച്ചത്? അദ്ദേഹം തന്നെ കഷ്ടതയിലൂടെ കടന്നുപോയി അതിപ്രധാനമായ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവാത്മാവിനാൽ പ്രേരിതമായി എഴുതപ്പെട്ടതാണ് ലേഖനങ്ങൾ. ലേഖനങ്ങളിലൊന്നും നമ്മൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. യഥാർത്ഥ സുവിശേഷമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്.
ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഈ 4 വിധ അനുഭവങ്ങൾ നമ്മളും പ്രതീക്ഷിക്കണം. ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ദൈവമേ ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്നത്? അങ്ങനെ ചോദിക്കരുത്. ഈ 4 അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അടുത്ത വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 10ഉം 11ഉം വാക്യങ്ങൾ ബ്രദർ വായിക്കാം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഈ മൺകൂടാരത്തിന് അത്യന്ത ശക്തി ഉള്ളിൽ ഉണ്ട്. പുറമെ മൺകൂടാരമാണ്, അത് നമ്മുടെ ശരീരമാണ്. ഈ മൺകൂടാരത്തിന് ഈ 4 രീതിയിലുള്ള കഠിനമായ ഉപദ്രവങ്ങൾ അതെന്തുകൊണ്ടുണ്ടാകുന്നു? അതിൻ്റെ ഉത്തരം 10ആം വാക്യത്തിൽ, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. 11ആം വാക്യവും അടുത്ത വാക്യം 11ആം വാക്യം അതും ഏകദേശം ഇതേ കാര്യം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. 10ആം വാക്യം, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. യേശുവിൻ്റെ ജീവൻ, ജീവൻ എന്ന് പറഞ്ഞാൽ നേച്ചർ, യേശുവിൻ്റെ സ്വഭാവം. ഈ മൺകൂടാരത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് അത്യന്ത ശക്തിയുണ്ട്. അത് യേശു തന്നെയാണ്. കൊളോസ്യർ 1:27, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. മൺകൂടാരം അതിൻ്റെ പ്രാകൃത സ്വഭാവം കാണിക്കും. മൺകൂടാരത്തിന് 2 രീതിയിലുള്ള പ്രാകൃത സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ക്ഷീണം വരാം, ശാരീരിക ബലഹീനത വരാം, രോഗം വരാം, തളർച്ച വരാം, വാർദ്ധക്യം വരാം. മൺകൂടാരത്തിൻ്റെ അടുത്ത ബലഹീനത ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇത് രണ്ടും ഈ മൺകൂടാരത്തിനുണ്ട്. ഈ മൺകൂടാരത്തിൻ്റെ സ്വഭാവം സിൻഫുൾ നേച്ചർ. നമ്മുടെ മൺകൂടാരത്തിന് ചില ദ്വാരങ്ങൾ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു ബൾബ്, അതിനു ചുറ്റും ഒരു കറുത്ത പേപ്പർ കൊണ്ട് ഒരു വലിയ ആവരണം ഉണ്ടെങ്കിൽ ഉള്ളിൽ ബൾബ് പ്രകാശിക്കുന്നുവെങ്കിലും മുറിയിലേക്ക് അല്പം പോലും പ്രകാശം പ്രവഹിക്കുന്നില്ല. കാരണം കറുത്ത പേപ്പർ ആ ബൾബിനെ മൂടിയിരിക്കുകയാണ്. എന്നാൽ ആ കറുത്ത പേപ്പറിൽ ചില ദ്വാരങ്ങൾ ഇടുകയാണെങ്കിൽ എത്രത്തോളം ദ്വാരങ്ങൾ ഇടുന്നുവോ അത്രത്തോളം മുറിയിൽ പ്രകാശം പരന്നുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ മൺകൂടാരത്തിൻ്റെ പ്രാകൃത സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ലാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരാണ് എങ്കിലും നമ്മുടെ പ്രാകൃത സ്വഭാവത്തിന് ദേഷ്യം, വാശി, വൈരാഗ്യം, മറ്റു ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദ്രവ്യാഗ്രഹം, അഹങ്കാരം, അങ്ങനെയുള്ള ജഡത്തിൻ്റെ സ്വാഭാവിക സ്വഭാവം, അതിന് നമ്മൾ മരിക്കുന്നില്ല എങ്കിൽ ഉള്ളിൽ ക്രിസ്തു വസിച്ചാലും ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രയോജനം ഇല്ലാത്ത ക്രിസ്ത്യാനികളായി തീരും. കാരണം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിങ്ങളെ മുൻകൂട്ടി നിയമിച്ചുമിരിക്കുന്നു. പിതാവായ ദൈവം നമ്മുടെ സമ്മതം ചോദിക്കാതെ നമ്മുടെ ജനനത്തിന് മുമ്പ് നമ്മെ മുൻകൂട്ടി അപ്പോയിൻറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം
ആ ഡിവൈൻ നേച്ചർ നമ്മിലൂടെ വെളിപ്പെടണം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഈ മൺകൂടാരത്തിൻ്റെ പ്രാകൃത സ്വഭാവമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ ജീവൻ അഥവാ യേശുവിൻ്റെ ലൈഫ് നമ്മിൽ നിന്ന് പുറത്തേക്കൊഴുകുവാൻ ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു സഹിച്ചതുപോലെ യേശുവിൻ്റെ അതേ സ്വഭാവം, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാൻ നമ്മുടെ മൺകൂടാരത്തെ തകർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് ഒരിക്കലൊരു സഹോദരി വന്നു. സുഗന്ധമുള്ള തൈലം ഒരു ഭരണിക്കകത്തുണ്ട്. പക്ഷെ എന്താ പ്രയോജനം? ഭരണി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ സുഗന്ധമുണ്ടെങ്കിലും ആ വീട്ടിൽ കൂടിയിരിക്കുന്നവർക്കൊന്നും ആ ഭരണിയിൽ നിന്ന് തൈലത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരി ചെയ്തത് ഭരണിയുടെ മൂടി പൊട്ടിച്ചു. അപ്പോൾ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് അവിടെയുള്ളവർക്കൊക്കെ ആ തൈലത്തിൻ്റെ നല്ല മണം ആസ്വദിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ആ മൺകൂടാരം, ആ ഭരണി പൊട്ടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഉള്ളിൽ എത്ര വില കൂടിയ സ്വച്ഛജടമാസി തൈലമായാലും ആളുകൾക്ക് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ആ സഹോദരി ആ ഭരണിയെ തലോടുകയല്ല ചെയ്തത്. ഭരണിയെ തലോടിയാലൊന്നും പൊട്ടില്ല. ഭരണിയെ ഉടയ്ക്കണമെങ്കിൽ നല്ല അടി തന്നെ കിട്ടണം. ഇതുപോലെ തന്നെ നമ്മുടെ മൺകൂടാരത്തിന് ദ്വാരങ്ങൾ ഉണ്ടാകുവാൻ, നമ്മുടെ മൺകൂടാരം, ജഡം, ബാഹ്യമനുഷ്യൻ തകർക്കപ്പെടാൻ വേണ്ടി കഠിനമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. ഒരുപക്ഷെ നമുക്കത് താല്പര്യമില്ല എങ്കിലും നമ്മുടെ സമ്മതം ചോദിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ച അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോയി എന്ന് വരും. അതെന്താണ്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ, വീണുകിടക്കുന്നവർ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കൊരിക്കലും താല്പര്യമുള്ളതല്ല എങ്കിലും നമ്മുടെ സമ്മതം ചോദിക്കാതെ തന്നെ നിർബന്ധമായി ചിലപ്പോൾ ദൈവം ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നമ്മെ തള്ളിയിടുന്നു. അതെന്തിനു വേണ്ടിയാണ്? അതാണ് 10-ാം വാക്യം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. പൗലോസിൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. അതേ യേശു തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത്. യേശു ക്ഷമിക്കുന്നവനാണ്, സഹിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശു തൻ്റെ ഡിവൈൻ നേച്ചർ മാറ്റിവെച്ചിട്ടില്ല. ക്രിസ്തു തൻ്റെ ആ ഡിവൈൻ നേച്ചറോടുകൂടെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമ്മുടെ ബാഹ്യ മനുഷ്യനാണ്, ഈ മൺകൂടാരമാണ്. അപ്പം അതിനെ തകർക്കുവാൻ വേണ്ടിയാണ് വീണുകിടക്കുന്ന അനുഭവങ്ങൾ, തെറ്റിദ്ധാരണ, അപമാനം, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം, മറ്റുള്ളവർ നമ്മെ കൈയൊഴിയുന്ന, തിരസ്കരിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാകുന്നു. ഏതൊക്കെ അനുഭവങ്ങളാണ്, ഏതൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരേണ്ടത്? അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ മൺകൂടാരത്തെ ഏത് രീതിയിലാണ് അടിച്ചു തകർക്കേണ്ടത്, ആ അടിയുടെ ആഴവും നീളവും പരപ്പും അതൊക്കെ കർത്താവാണ് തീരുമാനിക്കുന്നത്. അത് എത്ര കാലത്തേക്കാണ്, അതൊക്കെ കർത്താവാണ് തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശുവിൻ്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം. ക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. എൻ്റെ നുകം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം പ്രാപിക്കും. ക്രിസ്തു സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമ്മളും ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ സ്വയമായി ഉണ്ടാക്കിയ ഒരു താഴ്മയല്ല, യേശുവിൻ്റെ ജീവനിൽ നിന്ന് വരുന്ന താഴ്മ, എളിമ. അത് നമ്മിൽ നിന്ന് വെളിപ്പെട്ടേ പറ്റൂ. കാരണം
ഗുരു എങ്ങനെയാണോ അങ്ങനെ തന്നെയാകണം ശിഷ്യനും. അതിനാണ് നമുക്ക് പല ട്രെയിനിങ്ങുകൾ കിട്ടുന്നത്. അതിനാണ് നമ്മൾ കഷ്ടത എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ എന്തെല്ലാം ഞെരുക്കത്തിലൂടെ പോകുന്നു. ശരിയാണ്, ദൈവത്തിൻ്റെ മഹാസ്നേഹം ഇതാണ്. കാരണം ആ ഭരണിക്ക് നല്ല അടി കിട്ടിയാൽ മാത്രമേ ഉള്ളിലുള്ള തൈലം പുറത്തേക്ക് പോവുകയുള്ളൂ. പനിനീർ പുഷ്പം ശാരോനിലവൻ, താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിലവൻ, താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ, മഹാസൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എൻ്റെ യേശുവേ, ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, പാഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി തീർക്കേണമേ. പാഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റേണമേ. അങ്ങനെ പഴി ദുഷി നിന്ന ഞെരുക്കം അത് വരുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ദുർഗന്ധമല്ല, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. പൗലോസ് പറയുന്നു, എപ്പോഴും ഞങ്ങളെ ജയോത്സവമായി കർത്താവ് നടത്തി. ഞങ്ങൾ നടന്നതല്ല, കർത്താവ് ഞങ്ങളെ നടത്തി. നമ്മുടെ വാക്കുകൾ എപ്പോഴും ലാവണ്യം നിറഞ്ഞ വാക്കുകൾ, കൃപയോടുകൂടെയുള്ള വാക്യങ്ങൾ. മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ചൂടായി സംസാരിക്കുമ്പോഴും നമ്മൾ അല്പം പോലും ചൂടാകാതെ സൗമ്യമായി നിൽക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മിലൂടെ വ്യാപരിക്കുകയാണ്. കാരണം നമ്മുടെ പ്രാകൃത സ്വഭാവത്തിന് നമ്മൾ മരിച്ചു. അതിന് കുറേ അടിയെല്ലാം കിട്ടി. അതെത്ര നന്നായി. വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ആരംഭ നാളുകളിൽ പലരും എടുത്തുചാട്ടക്കാരായിരിക്കാം, മുൻകോപികളായിരിക്കാം. പക്ഷേ അവർക്ക് നല്ല ട്രെയിനിങ് കർത്താവ് കൊടുത്തു. വീണുകിടക്കുന്ന അനുഭവം, സകല വിധത്തിലും ബുദ്ധിമുട്ട്. അങ്ങനെ അവരുടെ മൺകൂടാരത്തിൽ പല ഭാഗത്തും തുളകൾ വീണതുകൊണ്ട് ഇപ്പോൾ ഉള്ളിലുള്ള യേശുവിൻ്റെ ജീവൻ അവരിലൂടെ ഇതാ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മൺകൂടാരം തകർക്കപ്പെടാത്ത വിശ്വാസികളിൽ നമുക്ക് കാണാൻ പറ്റില്ല. മൺകൂടാരം തകർക്കപ്പെടാത്ത വിശ്വാസികൾ ഇപ്പോഴും ജഡികരായി സഭാരാഷ്ട്രീയവുമായി അധികാരത്തിന് വേണ്ടി മത്സരയോട്ടം നടത്തുന്നവരായി രഹസ്യപാപങ്ങളുടെയും അത്യാഗ്രഹത്തിൻ്റെയും ധനക്കൊതിയുടെയും അടിമകളായി പരീശന്മാരെ പോലെ തന്നെ കഴിയുകയാണ്. അവർക്ക് ഭക്തി ഉണ്ടാകും, പക്ഷേ അതൊരു കപടഭക്തിയാണെന്ന് മാത്രം. ആ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം, ബുദ്ധിമുട്ടുന്നവർ, ഉപദ്രവം അനുഭവിക്കുന്നവർ, വീണുകിടക്കുന്നവർ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവത്തിൻ്റെ മഹാകരുണയാലാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു പ്രത്യേക റിസൾട്ട് നമ്മിൽ ഉണ്ടാകണം. നാനാവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ, പരിശോധനകൾ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ആ പരിശോധനാ വേളകളിൽ പരിശോധനകളെ തികച്ചും സന്തോഷം എന്ന് എണ്ണണം. അതാണ് യാക്കോബ് പറയുന്നത്. കാരണം ആ പരിശോധനകളൊന്നും യാദൃച്ഛികമല്ല, പരീക്ഷകളൊന്നും യാദൃച്ഛികമല്ല. നമ്മിൽ ചില സദ്ഫലങ്ങൾ ഉളവാക്കുവാൻ സ്നേഹവാനായ കർത്താവ് അയക്കുന്നതാണ് ഈ പരീക്ഷകൾ. അതുകൊണ്ട് ആ പരീക്ഷകളെ ഇൻട്രൂഡേഴ്സ്, എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന
നുഴഞ്ഞ കയറ്റക്കാർ എന്ന രീതിയിൽ കാണാനല്ല യാക്കോബ് ഉപദേശിക്കുന്നത്. പിന്നെയോ ആ പരിശോധനകളെ തികച്ചും സന്തോഷം എന്ന് എണ്ണുവിൻ. യാക്കോബ് 1:2-3 വാക്യങ്ങൾ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. 10 വാക്യം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അത് 11 വാക്യത്തിൽ ഒന്നുകൂടി വ്യക്തമാണ്. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. 11 വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ, ഈ മർത്യശരീരത്തിന് ഉള്ളിൽ മൺകൂടാരത്തിനകത്താണ് അത്യന്തശക്തി. അത് 7 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. ഇപ്പോൾ യേശുവിൻ്റെ ജീവൻ, ലൈഫ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. ഈ മൺകൂടാരത്തിനകത്താണ് യേശുവിൻ്റെ ജീവൻ ഇരിക്കുന്നത്. അവിടുത്തെ നേച്ചർ, ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. പക്ഷേ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലോ? നന്നായി പ്രാർത്ഥിക്കുന്നു, സ്നാനപ്പെട്ടിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ ക്ഷമിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ സാധിക്കുന്നില്ല, പൊട്ടിത്തെറിക്കുന്നു. ഈ അടുത്ത് ഒരു ചർച്ചിലേക്ക് ഒരു സമീപവാസി ചെന്നു. ശബ്ദം കാരണം, സഭയിൽ നിന്നുള്ള ഭയങ്കര ശബ്ദം കാരണം വല്ലാത്ത ബുദ്ധിമുട്ട്. അതിനെക്കുറിച്ച് പറയാനായി ചെന്നപ്പോൾ അവിടെ ആരാധിക്കാനായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ചർച്ചിലെ മെമ്പേഴ്സ് വളരെ പൈശാചികമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. തികച്ചും ജഡികരെ പോലെ, ഭീകരന്മാരെ പോലെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇവർ ആരെയാണ് ആരാധിച്ചിരുന്നത്? എന്താണ് ഇവർ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്? തികച്ചും വെല്ലുവിളിക്കുകയാണ്. സാധാരണ ജഡികരെ പോലെ തന്നെ ആ സഹോദരൻ ഈ വിശ്വാസികളുടെ വല്ലാത്ത ശബ്ദം, അതുമൂലം താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറയുമ്പോൾ ആ സഹോദരനെ കൂട്ടത്തോടെ എതിർക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതാണ് നാം ഇവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടത്. യേശുവായിരുന്നെങ്കിൽ എങ്ങനെ ആ സാഹചര്യത്തിൽ പ്രതികരിക്കുമായിരുന്നു? യേശുവായിരുന്നെങ്കിൽ എങ്ങനെ ക്ഷമിക്കുമായിരുന്നു? യേശു എങ്ങനെ ശത്രുക്കളെ കൈകാര്യം ചെയ്യും? യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചവനാണ് യേശു. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണം. ശത്രുവിനെ സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അത് പഠിപ്പിച്ചവനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനുമാണ് യേശു. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും. കുറേ ഒച്ചയുണ്ടാക്കാൻ മാത്രം പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ സ്വഭാവം എതിർക്കുന്നവരുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തികച്ചും പരാജയമാണ്. അനുകൂലമായ സാഹചര്യത്തിൽ സ്തോത്രം പറയുന്ന കാര്യമല്ല, തീർച്ചയായിട്ടും സ്തോത്രവും സ്തുതിയും ആരാധനയും ഒക്കെ ആവശ്യമാണ്. പക്ഷേ യേശുവിൻ്റെ ജീവിതം നമ്മിലൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ ഒരു കപടഭക്തിയാകാൻ, പരീക്ഷ ഭക്തിയാകുവാനുള്ള സാധ്യത വളരെ അധികമാണ്. അത് വരാതിരിക്കുവാൻ, നമ്മൾ പരീശന്മാരായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഇതാ ഈ മൺകൂടാരത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ ദൈവം തന്നെ
അനുവദിക്കുന്നത്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. ഇതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നമ്മുടെ മൺകൂടാരത്തിൻ്റെ പ്രാകൃത സ്വഭാവം, ദേഷ്യം, വാശി, വൈരാഗ്യം, വിദ്വേഷം, ശത്രുത, ഇതെല്ലാം മരിക്കണം. എന്നിട്ട് യേശുവിൻ്റെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടണം. അപ്പോൾ ഉപദ്രവിക്കാൻ വരുന്നവർ യേശുവിനെയാണ് നമ്മിലൂടെ കാണുന്നത്. അത് കുടുംബജീവിതത്തിൽ അങ്ങനെ തന്നെ. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. സാധാരണ ഒരാൾക്ക് ഒരിക്കൽ മരിച്ചാൽ മതി. എന്നാൽ ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല, എപ്പോഴും മരിക്കുക. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ദിവസേന മരിക്കുന്നു. നിന്നെ പ്രതി ഞങ്ങളെ അറുക്കപ്പെടാനുള്ള ആടുകളെ പോലെ എണ്ണിയിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് ഒരിക്കൽ മരിച്ചാൽ മതി. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദിവസേന മരിക്കണം. അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിന് മരിക്കണം. ദൈവഹിത പ്രകാരമല്ലാത്ത എല്ലാ സ്വഭാവത്തിനും അവൻ മരിക്കണം. ദേഷ്യത്തിനും കോപത്തിനും വാശിക്കും അവൻ മരിക്കണം. എങ്കിൽ മാത്രമേ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം അവനിലൂടെ, അവളിലൂടെ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങളൊന്നും വേസ്റ്റ് അല്ല. നമ്മൾ ക്ഷണിക്കാതെ കടന്നു വരുന്ന അതിഥികളാണ് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് കരുതരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ് അത് വരുവാൻ ദൈവം അനുവദിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആന്റണി ബ്രദർ ഒന്ന് മ്യൂട്ടാക്കിയാൽ നല്ലതാണ്. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. യേശുവിനെ പ്രസംഗിച്ചപ്പോൾ പല ഉപദ്രവങ്ങൾ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തെ പ്രതി പല ഉപദ്രവങ്ങൾ ഉണ്ടാകാം. നിന്ദകൾ, അപമാനങ്ങൾ, തിരസ്കരണങ്ങൾ. എന്നാൽ അതുമാത്രമല്ല, നമ്മുടെ ജഡം, പുറമെയുള്ള മനുഷ്യൻ തകർക്കപ്പെടണം. പുറമെയുള്ള മനുഷ്യൻ തകർക്കപ്പെടാതെയും സുവിശേഷം പറയാൻ സാധിക്കും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ സുവിശേഷം പറയുന്ന ചിലരെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഷാഠ്യമുള്ള സ്വഭാവം, അസൂയ നിമിത്തം സുവിശേഷം പറയുന്നു. അസൂയയില്ലാത്ത ക്രിസ്തുവിനെ അസൂയയുള്ള വിശ്വാസികൾ പ്രസംഗിക്കുന്നു. ഷാഠ്യമില്ലാത്ത ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ആരാണ്? ഷാഠ്യമുള്ളവൻ. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഇല്ലാതെയും നമുക്ക് സുവിശേഷ പ്രവർത്തനം നടത്തുകയും ലേഖ കൊടുക്കുകയും ഒരുപക്ഷെ ചർച്ചിൽ പ്രസംഗിക്കുകയും ഒരു സഭയുടെ മൂപ്പനാകാനും നമുക്ക് സാധിച്ചു എന്ന് വരാം. ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടാതെ പ്രാകൃത സ്വഭാവത്തിൻ്റെ ഉടമയായി മൺകൂടാരം തകരാത്ത അതേ അവസ്ഥയിൽ തന്നെ നേരത്തെ പറഞ്ഞ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് അപ്രകാരം ചെയ്യാം. പക്ഷെ എന്ത് പ്രയോജനം? കാരണം നമ്മെ വിളിച്ചിരിക്കുന്നത് പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകാനാണ്. ലോകത്തോട് അനുരൂപമാകാനല്ല, യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ. യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകേണ്ടത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള ചില വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഈ വചനങ്ങൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇത് തിയറി മാത്രമാണ്. പ്രാക്ടിക്കൽ എന്നുള്ളത് ബുദ്ധിമുട്ട്, ഉപദ്രവം, നിന്ദ, അങ്ങനെയുള്ള കഷ്ടതകൾ. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, യേശുവിൻ്റെ ജീവൻ എന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ ചില ബുദ്ധിമുട്ടുകളിലൂടെ എനിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ്. 2, പ്രായോഗിക തലത്തിൽ അവ നേരിടുന്നു, അപ്പോൾ പരിഭ്രമിക്കുന്നില്ല. ഇത് മനസ്സിലായില്ല എങ്കിൽ എൻ്റെ മൺകൂടാരത്തെ തകർക്കുവാൻ വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾ ദൈവം എനിക്കായി ഒരുക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാതിരിക്കുകയാണെങ്കിൽ പല രീതിയിലും പൊട്ടിത്തെറിയുണ്ടാകും. മരുമകൾ വിശ്വാസിയാണ്, അമ്മായിയമ്മ വിശ്വാസിയല്ല. അമ്മായിയമ്മ നിരന്തരം ഉപദ്രവിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്.
സ്നാനപ്പെട്ടവളാണെങ്കിലും എന്തുകൊണ്ടാണ് അമ്മാവി അമ്മ ഈ രീതിയിൽ എതിർക്കുന്നത്? അവൾക്ക് മനസ്സിലായില്ല. സ്നാനപ്പെട്ട് ചർച്ചിൽ പോകുന്ന സഹോദരിയാണെങ്കിലും മരുമകൾക്ക് ചർച്ചിൽ നിന്ന് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ഒരിക്കൽ പോലും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വിടുതൽ അനുഗ്രഹം അനുഗ്രഹം അത് മാത്രമാണ് അവൾ കേട്ടത്. അത് കേട്ടിട്ട് അവൾ ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ ഇതാ അമ്മായിയമ്മ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇവൾക്ക് സകല നിയന്ത്രണവും നഷ്ടപ്പെടും. എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒരു ഭീകര ജന്തു എന്നതുപോലെയാണ് അവൾ അമ്മായിയമ്മയെ കാണുന്നത്. അതുകൊണ്ട് അമ്മായിയമ്മ ഒന്ന് പറഞ്ഞാൽ ഇവൾ രണ്ട് പറയും. പക്ഷേ ഇതൊരു ഉദാഹരണമാണ്. പിന്നെ ആ സഹോദരി ഈ മൺകൂടാരം തകർക്കപ്പെടുന്ന യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് മനസ്സിലായപ്പോൾ ഈ അമ്മായിയമ്മ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലായി. അവളുടെ ജഡം, മുൻകോപം, വാശി, സ്വന്തം താല്പര്യങ്ങൾ അതൊക്കെ മരിക്കണമെങ്കിൽ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അമ്മായിയമ്മ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അവൾ ഒരിക്കലും അമ്മായിയമ്മയ്ക്കെതിരെ കയർത്ത് സംസാരിച്ചില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവൻ എൻ്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, വിശ്വാസികൾ, അയൽപ്പക്കക്കാർ, പിന്നെ അതിന് തുല്യമായ മറ്റു പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വ്യക്തികളെ നമ്മൾ ശത്രുക്കളായി കാണുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. പടയാളികൾ ആണി കൊണ്ടാണ് കൈകളും കാലുകളും തുളച്ചത്. നമ്മുടെ കൈയും കാലും നമുക്ക് തനിയെ തുളയ്ക്കാൻ പറ്റില്ല, ആരെങ്കിലും തുളയ്ക്കണം. ഇതുപോലെ നമ്മുടെ മൺകൂടാരത്തെ തകർക്കുവാൻ, നമ്മുടെ പ്രാകൃത സ്വഭാവത്തെ തകർക്കുവാൻ ദൈവം കയ്യിൽ ആണിയുമായി ചില വ്യക്തികളെ നമ്മുടെ അടുത്ത് തന്നെ നിർത്തിയെന്ന് വരും. അപ്പോൾ അവർക്കെതിരെ നമ്മൾ കയർക്കരുത്. കാരണം നമ്മുടെ സ്വയത്തിൻ്റെ ക്രൂശീകരണം, ജഡത്തിൻ്റെ മരണം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഈ കയ്യിൽ ആണിയുമായി നിൽക്കുന്ന വ്യക്തികൾ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞില്ല എങ്കിലോ, അയ്യോ ഈ വ്യക്തികൾ നിമിത്തം എന്തൊരു ബുദ്ധിമുട്ടാണ്, എൻ്റെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളാണല്ലോ എൻ്റെ ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞ് നമ്മളാകെ വ്യക്തികൾക്കെതിരെ അസ്വസ്ഥത, പിറുപിറുപ്പുള്ളവരായി തീരും. അപ്പോൾ നമ്മുടെ മൺകൂടാരത്തിൻ്റെ തകർക്കപ്പെടൽ ഒരിക്കലും നടക്കുകയില്ല. എൻ്റെ മൺകൂടാരം തകരാനാണ് ഈ വ്യക്തികളെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ അവർക്കെതിരെ റെസിസ്റ്റ് ചെയ്യുകയില്ല. നമ്മൾ സറണ്ടർ ചെയ്യും. ദൈവമാണ് ഇവരെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ അനുവദിച്ചത്. അത് ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, അതെൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം ഈ വ്യക്തികൾ യാദൃച്ഛികമായി കയറി വന്നവരല്ല. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് യൂദ കടന്നു വന്നു, യാദൃച്ഛികമായി വന്നതല്ല. അത് പിതാവായ ദൈവം തന്നെ തീരുമാനിച്ചതാണ്. സെബാസ്റ്റ്യൻ ബ്രദർ വീണ്ടും വായിക്കാം. 7 തൊട്ട് 12 വരെ വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുള്ളവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. 11 വാക്യം. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. യേശു നിമിത്തമാണ് ഈ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നത്. എന്തെങ്കിലും മോഷ്ടിച്ചിട്ടോ കൊള്ളരുതായ്മ കാണിച്ചിട്ടോ അല്ല. ക്രിസ്തീയ ജീവിതം ഇതാണ്. നിന്നെ പ്രതി ഞങ്ങൾ അറുക്കപ്പെടാനുള്ള ആടുകളെപ്പോലെ എണ്ണിയിരിക്കുന്നു.
ഞങ്ങളെന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചിട്ടല്ല, നിന്നെ പ്രതിയാണ്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തമാണ് നമ്മളിതെല്ലാം ഏൽക്കുന്നത്. അതിൽ തന്നെ അത് എത്ര മഹാഭാഗ്യമാണ്. ക്രിസ്തുവിനെ പ്രതിയാണല്ലോ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അവിടുന്ന് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നല്ല കുശവനാണ്. പുത്രൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമാകുവാൻ വേണ്ടി നമ്മളെ കുശവൻ്റെ ചക്രത്തിൽ വെച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജഡസ്വഭാവം മരിച്ച് യേശുവിൻ്റെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടണം. മുൻകോപികളായ പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എത്ര സൗമ്യരായി തീർന്നിട്ടുണ്ട്. പ്രാകൃത സ്വഭാവത്തിന് മരിച്ച് യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്തിയ എത്രയോ വിശ്വാസികൾ നമ്മുടെ ചുറ്റുമുണ്ട്. 11-ാം വാക്യം, ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ മരിച്ചാലുള്ള ഗുണമെന്താണ്? 12-ാം വാക്യം, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പൗലോസിൻ്റെ മൺകൂടാരം മരിച്ചു, യേശുവിൻ്റെ ജീവൻ തന്നിലൂടെ വെളിപ്പെട്ടു. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? പൗലോസ് ഒരു സ്ഥലത്ത് പോയി സഭയിൽ പോയി പ്രസംഗിക്കുമ്പോൾ പൗലോസ് എന്ന മൺകൂടാരമാണ് പ്രസംഗിക്കുന്നതെങ്കിലും പൗലോസ് അല്ല, പൗലോസിൻ്റെ ഉള്ളിലെ ക്രിസ്തുവാണ് സംസാരിച്ചത്. പൗലോസിൻ്റെ സ്വഭാവമല്ല, യേശുവിൻ്റെ ജീവനാണ് പൗലോസിലൂടെ അവിടെ വെളിപ്പെട്ടത്. ഗലാത്യ ലേഖനം 2:20 പറയുന്നുണ്ട് പൗലോസ്, ഞാൻ ജീവിക്കുന്നു, എങ്കിലും ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ എവിടെ പോയി? ഞാൻ മരിച്ചു. മരിക്കാൻ നിരന്തരമായി ക്രിസ്തുവിൻ്റെ മരണം തൻ്റെ മർത്യശരീരത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം മരിക്കുമ്പോൾ നിരന്തരം യേശുവിൻ്റെ ജീവൻ പ്രവഹിക്കുകയാണ്. അതായത് പൗലോസ് ഒരു ചർച്ചിൽ പോയി പ്രസംഗിക്കുമ്പോൾ കാണുമ്പോൾ പൗലോസാണ് പ്രസംഗിക്കുന്നത്, പക്ഷേ പൗലോസിൻ്റെ ഉള്ളിലുള്ള യേശുവാണ് പ്രസംഗിച്ചത്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനുമാണ്. വിശ്വാസികളിൽ ചിലർ ജഡികരായിരിക്കാം, ആത്മീയമായി താല്പര്യം കുറഞ്ഞവരായിരിക്കാം, സത്യമറിയാത്തവരായിരിക്കാം, ആത്മാവിലുള്ള എരിവ് നഷ്ടപ്പെട്ടവരായിരിക്കാം. പക്ഷേ പൗലോസ് പ്രസംഗിക്കുമ്പോൾ ഇതാ എല്ലാവരും ജീവൻ പ്രാപിക്കുകയാണ്. പൗലോസിൻ്റെ ജീവനല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ. പൗലോസിലൂടെ പ്രവഹിച്ചത് യേശുവിൻ്റെ ജീവനാണ്. യേശുവിൻ്റെ ജീവൻ എവിടെയൊക്കെ കടന്നു ചെല്ലുമോ അവിടെയെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കും. തണുത്തുറഞ്ഞ വിശ്വാസികൾ ശക്തിപ്പെടും. കാരണം യേശുവാണ് വിശ്വാസികളെ പൗലോസിലൂടെ സന്ധിക്കുന്നത്. ഈ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ പൗലോസിൽ മരണം വേണം, ഭാര്യ മരിക്കണം. അപ്പോൾ ഭാര്യയിലൂടെ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നത് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഭാര്യ പണ്ടത്തെ പോലെ ദേഷ്യക്കാരിയും പിടിവാശിയുമല്ല, അവൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉള്ളവളാണ്. ഭാര്യ അവളുടെ പ്രാകൃത മനോഭാവത്തിന് അവൾ മരിച്ചിരിക്കുന്നു. ഇതുപോലെ നമ്മൾ മരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുന്ന യേശുവിൻ്റെ ജീവൻ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് നിലനിൽക്കുന്ന ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നമ്മിലൂടെ നടക്കുകയുള്ളൂ. പൗലോസ് ഇവിടെ പറയുന്നത്, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ജീവൻ കൊടുക്കുന്ന ശുശ്രൂഷ, അതിന് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ നമ്മിൽ മരണം നടക്കണം. നമ്മിൽ മരണം നടക്കുന്നില്ല എങ്കിൽ നമ്മിലൂടെ യേശുവിൻ്റെ ജീവൻ പ്രസരിക്കുകയില്ല.
നമ്മിലൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഈ ക്രിസ്തുവിൻ്റെ ജീവൻ്റെ മാധുര്യം മനസ്സിലാക്കി ഉണർവ് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ എത്ര പ്രസംഗിച്ചാലും നമ്മിലൂടെ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നില്ല എങ്കിൽ കേൾവിക്കാർക്ക് എന്തോ ചില പ്രസ്താവനകൾ പറയുന്ന വ്യക്തികളായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ദൈവാത്മാവിൻ്റെ ഒരു സ്പർശനം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരുപക്ഷെ ഭയങ്കര ശബ്ദമുണ്ടാക്കിയാലും ആർക്കും പാപബോധം ഉണ്ടാകുന്നില്ല. ആർക്കും അവരുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ സാധിക്കുന്നില്ല. ആർക്കും മടങ്ങി വരാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ മനോഹരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നമ്മിൽ ഒരു മരണം നടന്നിട്ടാണ് നാം പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മളല്ല, നമ്മിലുള്ള യേശുവാണ് പ്രസംഗിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇതിൽ കുറഞ്ഞതൊന്നും വിജയകരമായ ക്രിസ്തീയ ശുശ്രൂഷയല്ല. ഇതിനു വേണ്ടിയാണ് ഈ 8, 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് പലപ്പോഴും പോകേണ്ടി വരുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇന്ന് സഭകളിൽ ജീവൻ വ്യാപരിക്കുന്ന ശുശ്രൂഷ വിശ്വാസികളിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ നടക്കട്ടെ. അത് പരസ്യയോഗമായാലും യേശുവിൻ്റെ ജീവനെ വെളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ സമൃദ്ധമായി ഉണ്ടാകട്ടെ. അതിനാദ്യം ജീവിതം ഉണ്ടാകണം. അപ്പോൾ യേശുവിൻ്റെ ജീവനിൽ നിന്നുള്ള സന്ദേശവും ദൈവമക്കളിൽ, ദൈവസഭയിൽ നിറയുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകും. കർത്താവ് ഉദ്ദേശിച്ച പദ്ധതി നമ്മിലൂടെ പൂർണ്ണമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച ആശീർവാദം പറയാം. ഞങ്ങൾ സ്വർഗീയപിതാവേ, ഇന്ന് രാത്രി ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവമേ അങ്ങയുടെ ലാവണ്യമേറിയ വചനം വീണ്ടും കേൾക്കുവാനും ശാസ്ത്രത്തിൽ കർത്താവെ ശക്തിപ്പെടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ക്രിസ്തു യേശുവിൻ്റെ നാമനിമിത്തം ഞങ്ങൾ കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉപദ്രവം ഒക്കെ ഏൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രാകൃത ശരീരം, ഞങ്ങളുടെ ഈ മൺപാത്രം ഉടയുമ്പോൾ ഞങ്ങൾ നിർത്തുന്നത് ദൈവമേ അങ്ങയുടെ അത്യന്ത ശക്തിയാണ്, അങ്ങയുടെ കൃപയാണെന്ന് മനസ്സിലാക്കുവാൻ, അത് ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ ഈ കഷ്ടങ്ങൾ, ലോകം ഞങ്ങൾ ഈ വരുന്ന കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ ഇടറാതെ നിൽക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണം വ്യാപരിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ കർത്താവേ ദൈവത്തിൻ്റെ ജീവൻ അവരിൽ വ്യാപരിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ഒരു സ്പർശനം അവരിൽ ഉണ്ടാകുവാനായിട്ട് ആ സഹോദരി കർത്താവിനെ സ്വച്ഛജട മാംസാദി ആ എണ്ണ, ആ സുഗന്ധം പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ കർത്താവെ ഈ സഹോദരി ചെയ്തത്. സുവിശേഷം പ്രസംഗിക്കുന്നപ്പോഴൊക്കെയും അവളുടെ ഓർമ്മയ്ക്കായിട്ട് പറഞ്ഞിരിക്കുന്നു കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ കർത്താവെ, ഞങ്ങളുടെ ഈ മൺകൂടാരം ഒന്ന് ഉടയുവാനായിട്ട്, അങ്ങനെ കർത്താവെ അനേകർ ഈ സുഗന്ധം ഒന്ന് അറിയുവാനായിട്ട്, ക്രിസ്തുവിനെ ഒന്ന് അറിയുവാനായിട്ട് കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഓരോ ദിവസവും ഉടയ്ക്കുന്നതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങയുടെ നാമം കർത്താവെ മഹത്വപ്പെടുമാറാണ്. ഇന്നത്തെയും
മീറ്റിങ്ങിൽ സംസാരിക്കാനായിട്ട് അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് അങ്ങ് ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ, അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിത്യജീവൻ ഞങ്ങൾ വ്യാപരിക്കുവാൻ, മറ്റുള്ളവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഇടയാകുമാറാണെന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.